റിസൾട്ടൊക്കെ ആഘോഷിക്കും. ഞങ്ങളും ആഘോഷിച്ചോണ്ടിരിക്കുക. താനൂർ ചക്കദിനം ചെന്നപ്പോ ചക്കയെല്ലാം തമ്പാനൂർക്ക് പോയെന്ന് കേട്ടു. நசியம் வாங்கணும். நிஜமாவா? நிஜமா சொல்றேங்க. டெஃபினெட்லி. அரசியலில் തൂക്കി ത്രിവർണ്ണ കരങ്ങളോടെ അങ്ങനെ ഇലക്ഷൻ 2026 കേരള നിയമസഭാ ഇലക്ഷൻ 2026 UDF തൂക്കിയിരിക്കുകയാണ്. തൂക്കിയെന്നല്ല, LDF അങ്ങ് തകർത്തു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഇപ്പൊ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാം. ഇതിൽ ഇലക്ഷൻ റിസൾട്ടിന്റെ സമയത്ത് നടത്ത കുറച്ച് ഫണ്ണി മൊമെന്റ്സും അതിനു മുമ്പേയുള്ള കുറച്ച് ട്രോൾസും, നമ്മുടെ അഖിൽ മാരാർ, അഞ്ജലി നായർ എന്നിവരുള്ള കുറച്ച് ട്രോൾസും വീഡിയോസും ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ കണ്ടത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. അതേപോലെ തന്നെ പയ്യന്നൂർ നിയോജക മണ്ഡലം ഈ കുഞ്ഞിച്ചേട്ടൻ, എൻ്റെ നാട്ടുകാരൻ, എൻ്റെ മണ്ഡലമാണ് പയ്യന്നൂർ മണ്ഡലം. അവിടെ എന്തുകൊണ്ട് അധികാരത്തിൽ MLA വി കുഞ്ഞിച്ചേട്ടൻ ജയിച്ചു എന്നുള്ളതും LDF എന്തുകൊണ്ട് അവിടെ തോറ്റു എന്നുള്ളതും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അത് കൃത്യമായിട്ട് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കാം. നമുക്ക് ഐശ്വര്യമായിട്ട് അഖിൽ മാരാറിൽ തന്നെ തുടങ്ങാം. ആ ആദ്യത്തെ വീഡിയോ അഖിൽ മാരാർ ഇലക്ഷൻ റിസൾട്ട് സമയത്ത് ആശുപത്രിയിലായിരുന്നു. അതിനു മുമ്പ് ഞാൻ വേറൊരു വീഡിയോ കണ്ടിട്ടുണ്ട്. ഈ പാട്രിയോട്ട് സിനിമ ഇറങ്ങിയ സമയത്ത് കുറച്ച് ഓൺലൈൻ മാധ്യമങ്ങൾ അഖിൽമാരോട് പോയി ചോദിക്കുന്നില്ല, ലക്ഷ്മി ആശുപത്രിയിലാണ്, അർജന്റായിട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് അഖിൽമാരാർ പോയായിരുന്നു. അതെന്തോ ദൈവം ഉണ്ടെന്നാണ് തോന്നുന്നത്, ദൈവാധീനം. കൃത്യമായിട്ട് ഇലക്ഷൻ റിസൾട്ട് വരുന്ന സമയത്ത് അഖിൽമാരാർ ഹോസ്പിറ്റലിൽ അങ്ങ് ലോക്കായി. അതുകൊണ്ട് ബാക്കിയുള്ള പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായി. ഇനി ഒരാഴ്ച ഹോസ്പിറ്റലിൽ നിൽക്കുന്നതാണ് അഖിൽമാരാർക്ക് സൗകര്യം. അപ്പൊ ആ വീഡിയോ നമുക്ക് കാണാം. ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു അഖിൽമാരാർ. ആ വീഡിയോ നമുക്ക് ആദ്യം കാണാം. റിസൾട്ടൊക്കെ ആഘോഷിക്കും. ഞങ്ങളും ആഘോഷിച്ചോണ്ടിരിക്കുക. അപ്പൊ കേരളത്തിലെ എല്ലാ ആഘോഷ ടീമുകൾക്കും ഹാപ്പി ആഘോഷം. നിങ്ങൾ ആശുപത്രിയിൽ വന്ന് കാണണമെന്നുണ്ടായിരുന്നു. ആശുപത്രിയിലേക്ക് അപ്പൊ ആഘോഷിക്കും. അതന്നെ അഖിലെല്ലാം പറഞ്ഞിട്ട് ആഘോഷിക്കുക, നിങ്ങൾ അങ്ങ് ആഘോഷിക്കുകയെന്ന്. സോഷ്യൽ മീഡിയ മുഴുവനായിട്ട് അഖിൽമാരെ വെച്ചിട്ട്, അണ്ണനെ വെച്ചിട്ട് അങ്ങ് ആഘോഷിക്കുകയത്. എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി, നാടൻ ബോംബ്, അവസാനം പടക്കക്കട, ഹുദാ ഹവ. നന്നായല്ലോ, എന്ത് തള്ളായിരുന്നു. അങ്ങനത്തെ തള്ളിക്കൊണ്ടുവന്ന് ഈ അഖിൽമാരാർ. അതായത് മാരാർക്ക് ഇഷ്ടപ്പെട്ട ഇതെന്ന് വെച്ചാൽ വിദ്യാഭ്യാസമാണല്ലോ. വിദ്യാഭ്യാസവും ആരോഗ്യമാണ്, ആരോഗ്യ വകുപ്പാണ് കേരളത്തിന്റെ ഏറ്റവും നല്ല വകുപ്പ്. അതിലാണ് ജനങ്ങളുടെ ഇടയിലേക്ക് കയറിച്ചെല്ലാം. എന്തൊക്കെ വിദ്യാഭ്യാസ മന്ത്രിയാവണമെന്നായിരുന്നു ആഗ്രഹം. മന്ത്രി പോയിട്ട് കിടക്കുന്നിടത്ത് ഒരു പൂട പോലും കാണാനില്ല. നമുക്ക് അടുത്ത വീഡിയോ നോക്കാം. താനൂർ ചക്കദിനം ചെന്നപ്പോ ചക്കയെല്ലാം തമ്പാനൂർക്ക് പോയെന്ന് കേട്ടു. തമ്പാനൂർ ചെന്നപ്പോ മാവില ചക്ക കായ്ക്കും. ചക്ക തന്നെയല്ലേ മാവില ചക്ക തിന്നാൻ പാടുണ്ടോ മാവിലായിട്ട് കാരണവന്മാരോട് ചോദിച്ചപ്പോ താമര പോലെയല്ലേ ഇരിക്കുക. എന്നെ സംബന്ധിച്ച് ഇപ്പൊ ചക്കയുടെ കാലാണ്. വേഗം കഴിക്കട്ടെ. MLA കഴിച്ചിട്ട് പോട്ടെ ആദ്യം. MLA ഞങ്ങളുടെയൊക്കെ MLA ആണ്. എല്ലാരും വിളിക്കണത് അങ്ങനെയാണ്. ഇപ്പം അവര് ഉറപ്പിച്ചു കഴിഞ്ഞു. എന്റെ അച്ഛൻ എപ്പോഴും തോളത്തട്ടിട്ട് പറയും മന്ത്രിയാവുന്ന തോന്നണേയുള്ളു. ഇവൾക്ക് രാഷ്ട്രീയത്തില് ഭയങ്കര ഭാവിയാണ്. ചക്കയ്ക്ക് മെയ് 4-ാം തീയതി ഒരു രുചി ചേച്ചിക്കും അഞ്ജലി ചേച്ചിക്കും അതേ ആഗ്രഹം തന്നെയാണ്. അച്ഛൻ പറഞ്ഞല്ലോ ഒരു മന്ത്രിയാകാനുള്ള ഇതൊക്കെ കാണുന്നുണ്ടെന്ന്. MLA, മന്ത്രി, ചക്ക തൊലിക്കുന്നു, ചക്കയിൽ നിന്ന് താമര വരുന്നു, താമരയും ചക്കയും ഒരേപോലെ. അയ്യോ, ചിരി അടക്കാൻ വരുന്നുണ്ട് കാര്യമായിട്ട്. അടുത്തത് നോക്കാം നമുക്ക്. അരുൺകുമാറിന് എന്റെ വാർത്ത ഞാൻ മുന്നിലാണെന്ന് വായിക്കുന്ന നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. തൃക്കാക്കരയിലെ റിസൾട്ട് ഞാനങ്ങ് പറയുകയാണ്. അഖിൽ രാജ് എന്ന അഖിൽ മാരാർ 10,000 വോട്ട് പോലും തിരിച്ചു പിടിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 9,161 വോട്ടുമായി 3-ാം സ്ഥാനത്താണ്. താഴേന്ന് മുകളിലോട്ട് പോകുമ്പോൾ 1-ാം സ്ഥാനത്താണ് എന്നുള്ളതാണ്. ഞാൻ മൊട്ട ശരിക്കും നല്ലോണം ഊക്കി വിട്ടിട്ടുണ്ട്. അത് ആ സമയത്ത് 10,000 വോട്ടിന്റെ വോട്ടായിരുന്നു കേട്ടോ. ശരിക്കും അഖിൽമാരാറിന്റെ വോട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ 21,424 സംതിങ് വോട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് താഴെ നിന്ന് നോക്കിക്കഴിഞ്ഞാല് 3-ാം സ്ഥാനത്ത് നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് സ്ഥാനം അഖിൽമാരാറാണ് മുട്ട പറയുന്നത്. മുട്ട നല്ല കണക്കിന് കൊടുത്തിട്ടുണ്ടോ കൃത്യമായിട്ട് അഖിൽമാരാറിന്. അടുത്ത് നോക്കാം.
ഞാൻ കണ്ടത് റിപ്പോർട്ടർ ചാനൽ കേട്ടോ, ഈ 24 ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോഴാണ് ഈ ഹാഷ്മിന്റെ ഇത് കണ്ടത്. ഹാഷ്മിക്ക് എന്തൊരു സന്തോഷം നോക്കിയ ധർമ്മടത്ത് പിണറായി വിജയൻ 6 റൗണ്ടിലും പുറകിലാന്ന് പിന്നിലാണെന്ന് പറയുമ്പോ എന്തൊരു സന്തോഷം. ആകെ ഹാലിക പോലെ പ്രാന്തരത്ത് പോലെ കുറെ ആക്രമിച്ചായിരുന്നല്ലോ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇന്റർവ്യൂ വന്ന സമയത്ത്. ഈ കമ്മികള് സോഷ്യൽ മീഡിയ ഇട്ടടക്കിയായിരുന്നു ഹാഷ്മിന. അതിന്റെ ഒക്കെ വച്ച് തീർക്കുന്നുണ്ട് ഹാഷ്മി. അത് ഞാൻ 24 കുറച്ച് കണ്ടായിരുന്നു. കുറച്ച് കണ്ടപ്പോ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഹാഷ്മിയും SKയും തമ്മിൽ, ശ്രീകണ്ഠൻ നായരും തമ്മിലുള്ള ഒരു ആ കോംബോ എന്ന് പറയുന്നത് നല്ല രസം. മരിക്കേണ്ട സ്ഥിതി ആയിരുന്നു. ഹാഷ്മിന്റെ മുഖം കണ്ടില്ലേ, ആകെ പ്രാന്തരത്തിന് മുടിയൊക്കെ അങ്ങോട്ടും മാറി ഇങ്ങോട്ടും മാറിയിട്ട് ഓക്കെ, നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് അടുത്ത വീഡിയോ ആണ്. പിന്നെ തൃക്കാക്കര എഴുതി വെച്ചു. അതാണ് ചോദ്യം. തൃക്കാക്കര കൺഫേം ആണോ? അത്ര ആത്മവിശ്വാസമാ? ഞാൻ 10 ദിവസം കൂടെ കഴിഞ്ഞാൽ ബിഗ് ബോസിൽ എത്ര ആത്മവിശ്വാസത്തോടു കൂടിയാണോ ഇത്തവണത്തെ കപ്പ് എനിക്കാണെന്ന് ഞാൻ ജുനീസിനോട് പറഞ്ഞത്, അതേ ഞാൻ വിളിക്കും കേട്ടോ. ഞാൻ വിളിക്കും 10 ദിവസം കഴിയുമ്പോൾ. ഓപ്പണായിട്ട് ഞാൻ പറയാം. അഖിലേട്ടാ ഇന്ന പോലെ എത്ര വോട്ടിന് ജയിക്കുന്നതാണ് വിശ്വാസം. ഓപ്പണായിട്ട് ഞാൻ പറയാം. 10 ദിവസം കൂടെ കഴിഞ്ഞ് ഞാൻ പറയാം. ഇച്ചിരി കൂടി നല്ല തൃപ്പൂണിത്തുറയല്ലായിരുന്നു നിൽക്കാനാണെങ്കിൽ? അല്ല. അതെന്താ? ഞാൻ തൃക്കാക്കര ഫെബ്രുവരി എച്ചാതി കോൺഫിഡൻസ് ആണെന്ന് നോക്കണേ ഏട്ടാ. ഇതുകൊണ്ടാണ് അഖിൽമാർ തോറ്റത്. ഇതിന് വെറുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, സാധാരണ ഒന്ന് BJP ഈ കാലുമാറി നിലപാടില്ലാണ്ട്, പിന്നെ ആദ്യം കോൺഗ്രസ് എന്ന് പറയുന്നു, അതിനുശേഷം പിന്നെ NDA എന്ന് പറയുന്നു, അതിനുശേഷം 2020 എന്ന് പറയുന്നു. ഈ മാറ്റാണ് ജനങ്ങളെ വല്ലാണ്ട് വെറുപ്പിച്ചിട്ടുള്ളത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഓവർ കോൺഫിഡൻസും വേറൊന്ന് എല്ലാം അറിയുന്നുള്ള ഭാവം. പിന്നെ ഈ ലോകത്തിൽ ഞാനാണ് ഏറ്റവും വലിയ അറിവുള്ളവൻ, ബാക്കിയെല്ലാവരും മണ്ടന്മാരാണെന്നുള്ള ഒരു വിചാരം അത് ആ സംസാരത്തിൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയധികം അഖിൽമാരാറ ബിഗ് ബോസിൽ വന്നിട്ട് വോട്ട് ചെയ്തത് പോലും വെറുക്കാണ്ട് കാര്യം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ബിഗ് ബോസിൽ ജയിച്ചുകൊണ്ട് ഞാൻ ഈ ഇലക്ഷൻ ജയിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു മണ്ടത്തരം, ഒരു ശുദ്ധ മണ്ടത്തരം അങ്ങ് പറഞ്ഞായിരുന്നു. അത് ആളിട്ട് ഇങ്ങനെ അലക്കുക. ഇതൊക്കെ ഒരു ചെറിയ വെളിവില്ലായിരിക്കും മനസ്സിലാവില്ലേ? ബിഗ് ബോസ് അല്ല കേരള പൊളിറ്റിക്സ് എന്നുള്ളത്. നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു അറിവുണ്ട്. ഈ തമിഴ്നാട്ടിലെയോ ബാക്കിയിലെടുത്ത് ഇല്ല പോലെ. തമിഴ്നാട്ടിലാണെങ്കിൽ സിനിമയിൽ അഭിനയിച്ചവർ വന്നു കഴിഞ്ഞാലും വിജയന്റെ കാര്യം വേറെ, ഞാനത് പുറകെ അങ്ങോട്ട് പറയുന്നുണ്ട്. ഭയങ്കരമായിട്ട് ആരാധന ഉണ്ട്. അതുകൊണ്ട് ബിഗ് ബോസ് ജയിച്ചു കഴിഞ്ഞാൽ ഇലക്ഷനിൽ ജയിക്കുന്നു പറയുന്നത് എന്തൊരു മണ്ടത്തരം. ഞാൻ പറഞ്ഞ പോലെ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു ബുദ്ധിയും വിവരമൊക്കെ ഉണ്ട്. അവർ പൊളിറ്റിക്സിനെ പൊളിറ്റിക്സ് ആയി കാണും, സിനിമേനെ കാണും, ബിഗ് ബോസ് ആയിട്ട് കാണും, TV ഷോ ആയിട്ട് കാണും. എല്ലാം തരംതിരിച്ചിട്ടേ കാണുക. അവർക്ക് അവരുടേതായിട്ടുള്ള മലയാളികളുടെ നിലപാടുണ്ട്. ആ മലയാളികളെ മൊത്തടക്കം മണ്ടന്മാരാക്കുന്ന രീതിയിൽ നിങ്ങൾ സംസാരിച്ചുകൊണ്ടാണ് നിങ്ങൾ തോറ്റുന്നത് എനിക്ക് തോന്നുന്നു. അടുത്ത വീഡിയോ നോക്കാം നമുക്ക്. മൊട്ടയുടെ മുഖം തെളിയിക്കാൻ ഇത് UDF പ്രവർത്തകർ മൊട്ടേനെയും ആൻഡോ ജോസഫിന്റെയും ഫോട്ടോ ഫ്ലക്സ് ആണെന്ന് തോന്നുന്നു ചെരുപ്പ് കൊണ്ട് അടിക്കുന്ന സീനാട്ടോ. സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ, ഈ റിപ്പോർട്ടർ ചാനലിന് ഒരു ചെറിയൊരു LDF ചായ ഉണ്ടല്ലോ, അത് എല്ലാവർക്കും അല്ല, ഈ മൊട്ടക്കും അരുൺകുമാറിനും അതേപോലെ ആൻഡോ ജോസഫിനും ഒരു ചെറിയൊരു LDF ചായ്വ് ഉണ്ട്. അങ്ങനെയാണ് അവരെ മീറ്റ് എഡിറ്റർ പ്രോഗ്രാമിൽ ബാക്കിയുള്ള സംസാരിക്കാറ്. അല്ലെ ആകെ നിൽക്കുന്നത് സ്മൃതിയാണ്. മാധു എന്ന് പറഞ്ഞാൽ നിഷ്പക്ഷമായിട്ട് നിൽക്കും, അങ്ങോട്ടും പറയും ഇങ്ങോട്ടും പറയും, അങ്ങനെയുള്ള സംഭവമായിരുന്നു. ഈ സ്മൃതിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഓരോ റിസൾട്ട് പറയുമ്പോൾ നൂറിലേക്ക് കടന്ന് ഭയങ്കര സന്തോഷമായിരുന്നു. അരുൺകുമാറിന്റെയും ആൻഡോ ജോസഫിന്റെ മുഖമൊക്കെ ഒരു ഡിം ലൈറ്റ് പോലെ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കരമായിട്ട് വിമർശിച്ചാണ് UDF-നെ ഈ അരുൺകുമാറും ആൻഡോ ജോസഫും. അതേപോലെ LDF-നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട്. അതുകൊണ്ട് ഈ ഇലക്ഷന് വന്നപ്പോ പിന്നെ ആണ് ചെരുപ്പുകൊണ്ടടിക്കുന്നത്. നിങ്ങളിപ്പോ ഈ വീഡിയോസ് കണ്ടിട്ടേ, ഞാൻ ഇവിടെ തമിഴ്നാട്ടിലുള്ളത്. ഇത് വിജയിച്ചതിന്റെ പിന്നെ ആഘോഷങ്ങളാ ഇവിടെ നടന്നുകൊണ്ടിരിക്കണേ. ഭയങ്കര ആഘോഷമാട്ടോ ഇവിടെ അട്ടിമറി വിജയമാണ്. ഞാൻ ആ വീഡിയോയിൽ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം. അടുത്ത വീഡിയോ നോക്കാം നമുക്ക്. ചക്ക മുറിഞ്ഞു. അപ്പൊ ചക്ക വെട്ടി ഒരു കറി ചക്കയുടെ കാര്യത്തിൽ തീരുമാനമായി. ചക്ക മത്സരിച്ച എല്ലാ മണ്ഡലങ്ങളിലും ചക്ക കുരു പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് 2020 അടപടലം. ചക്ക എല്ലാം ചീഞ്ഞുപോയി. എമ്മാരിയൊക്കെ ചക്ക പോയിട്ട് ഒരു ചക്കക്കൂര് പോലും കിട്ടിയിട്ടില്ല എന്നുള്ളത്. എന്തായാലും ഇലക്ഷൻ അങ്ങ് കലക്കി എന്ന് തന്നെ വേണം പറയാം. ഇങ്ങനെയുള്ള ഒരുപാട്
പിന്നെ ഇൻസ്റ്റാഗ്രാം റീൽസും അതുപോലെ ഫേസ്ബുക്കും യൂട്യൂബ് ഷോർട്സും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഞാനത് മൊത്തമായിട്ട് പറയാത്തില്ല, ഒന്ന് ലെങ്ത് കുറെ കൂടിപ്പോ പിന്നെ നിങ്ങൾക്ക് ബോറടിച്ചു കഴിഞ്ഞാലോ എന്ന് ചോദിച്ചിട്ടാണ് പറയുന്നത്. ഇനി തമിഴ്നാട് രാഷ്ട്രീയത്തിൽ എന്താണ് സംഭവിച്ചത്? ഇതിനു മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയില് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെനിക്ക് തെറ്റിപ്പോയതെന്നല്ല എന്ന് പറഞ്ഞാല് ഒരു 30% 40% വോട്ട് ഷെയറിംഗ് വിജയ് വാങ്ങുന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു എനിക്ക്. 30% 40% ഒരു 20 to 30 സീറ്റ്. ഇത് ടോട്ടലായിട്ട് 240 തോന്നുന്നു. 240 214 അത്രയാണ് മണ്ഡലങ്ങളുള്ളത്. അതിലൊരു 30-40 സീറ്റ് വിജയ്ക്ക് കിട്ടുന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ വിജയ്ക്ക് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഒരു ഫാൻ ബേസിന്റെ ഒരു കൂട്ടായിരുന്നു, അത്രക്കും കൂട്ടങ്ങളായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഈ ഇലക്ഷൻ നടക്കുന്നതിന്റെ ഒരു മാസം മുന്നേ എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു കുതിച്ചുകയറ്റുണ്ടായിരുന്നു ടി വി കെ എന്ന് പറയുന്നത് ഇവരെ വിജയന്റെ പാർട്ടി വല്ലാത്തൊരു കുതിച്ചുകയറ്റുണ്ടെന്നു. അത് എവിടെയാണ് സംഭവിച്ചതെന്ന് വെച്ചാല് നമ്മുടെ ഒരു കരൂർ സംഭവം ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ചിലപ്പോൾ ന്യൂസിൽ കേട്ടിട്ടുണ്ടാവും. വിജയുടെ ഒരു പ്രചരണത്തിന്റെ ഭാഗമായിട്ട് കരൂർ കുറച്ച് ആൾക്കാർ കൂടുകയും അവിടെ ഒരു 41 പേര് മരിച്ചായിരുന്നു ആ കൂടുതൽ. അത് മനഃപൂർവ്വം വിജയ്ക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാത്തതും പോലീസിന്റെ പ്രൊട്ടക്ഷൻ കൊടുക്കാത്തതും സ്ഥലം പിന്നെ അനുവദിക്കാതിരുന്നതിന്റെ ഒക്കെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് വിജയൻ എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തിയായിരുന്നു. ഈ ബാക്കിയുള്ള പാർട്ടിക്കാർ DMK ഉള്ള പാർട്ടിക്കാരെ വിജയ് വല്ലാണ്ട് ഇതായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് വിജയുടെ ഒരു കുതിച്ചുകയറ്റുണ്ടായിരുന്നു ഇങ്ങനെ ഒതുക്കുന്നത്. അതിനിടക്കാണ് ഈ ഡൈവേഴ്സ് കേസ് വരുന്നത്, വിജയുടെ ഭാര്യയായിട്ടുള്ള ഡൈവേഴ്സ് കേസ്. ഈ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പിന്നെ മുമ്പേ ഉണ്ട് ഈ പ്രശ്നം. ഇവരുടെ ഫാമിലി പ്രശ്നം എന്ന് പറഞ്ഞാല് മുമ്പേ പിന്നെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. പക്ഷെ ഇലക്ഷന്റെ സമയത്ത് തന്നെ ഇത് കൊണ്ടുവന്ന് ഇട്ടത് കൊണ്ട് ഇത് വിജയ്ക്ക് ആപ്പ് വെച്ചാന്ന് വെച്ചിട്ട് കുറെ അങ്ങനെയുള്ള കുറച്ച് സഹതാപ വോട്ടുകളും വിജയ്ക്ക് പിന്നെ ലഭിച്ചിരുന്നു. ഇവിടെ നിന്നാണ് വിജയ് കുതിച്ചു കയറാൻ തുടങ്ങിയത് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല, ഇതിന്റെ ഒരു ട്രോൾ വീഡിയോ എന്നല്ല, ഒരു ഫണ്ണി വീഡിയോ എന്ന് പറഞ്ഞാല് തൃഷ പിന്നെ വിജയെ കാണാൻ വന്നായിരുന്നു. ഈ ആഘോഷത്തില് ഈ വിജയാഹ്ലാദം പിന്നെ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് വിജയുടെ വീട്ടിലേക്ക് വന്നായിരുന്നു. അപ്പൊ അതിനെ സ്ക്രോൾ ചെയ്ത് പോകും തൃശ്ശേന്റെ ഒരു പഴയ വീഡിയോ ഉണ്ട്. ആ വീഡിയോ നമുക്ക് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കും. நான் சிஎம் ஆகணும். நிஜமாவா? நிஜமா சொல்றேங்க, டெஃபினெட்லி. அரசியலா இல்ல சினிமா? நீங்க பாருங்க ஒரு 10 வருஷத்துல. ഇതാണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഈ തമിഴ്നാട്ടിന്റെ സർക്കിളിൽ ചുറ്റിക്കറ അങ്ങോട്ടേക്കുന്ന വീഡിയോ. ഇതിൽ പറഞ്ഞ ഞാൻ CM ആകുമെന്ന് പറയുന്നത്. അപ്പൊ മെയ് 4 പിന്നെ തൃശ്ശേന്റെ ബർത്ത്ഡേ ആണ്. ആ ബർത്ത്ഡേക്ക് തൃശ്ശക്ക് കൊടുത്ത ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് ഈ തമിഴ്നാട് എലക്ഷൻ പറഞ്ഞിട്ടൊക്കെ കുറെ വീഡിയോ ഉണ്ടായിരുന്നു. ഇപ്പോ ടോട്ടലായിട്ട് വിജയ്ക്ക് കിട്ടിയത് 107 തോന്നുന്നു. ഇപ്പൊ അധികാരത്തിൽ വരണമെങ്കിൽ 118 സീറ്റെങ്കിലും മിനിമം ഉണ്ടാവണം, അല്ലെങ്കിൽ അതൊരു പിന്നെ അധികാരത്തിൽ വരാൻ സാധിക്കില്ല. ഇപ്പം ADMK ആണ്. ADMK എന്ന് പറഞ്ഞാൽ NDAന്റെ കൂട്ടണിയായിട്ട് നിൽക്കുന്ന സംഭവമാണ്. അത് കോൺഗ്രസിന്റെ ഒരു 4-5 വോട്ട് ഉണ്ടെന്ന് തോന്നുന്നു കോൺഗ്രസിന്റെ. അപ്പോ എന്തായാലും DMK എന്തായാലും ഇത് ഇനി അധികാരത്തിൽ വരണമെങ്കിൽ ഏതെങ്കിലും ഒരു 107 ആണെങ്കിൽ 11 സീറ്റ് കൂടി കിട്ടിക്കഴിഞ്ഞാല് അധികാരത്തിലേക്ക് വരാൻ ചാൻസ് അല്ല സാധ്യതയുള്ളൂ. അപ്പോ എന്തായാലും ADMK നിന്ന് ഏതെങ്കിലും ഒരു സപ്പോർട്ട് ഉണ്ടാവും. അങ്ങനെ ആയിരിക്കും അധികാരത്തിൽ വരുന്നത്. എന്തായാലും അടുത്ത ചീഫ് മിനിസ്റ്റർ വിജയായിരിക്കും. അത് തമിഴ്നാട് തന്നെ ഞെട്ടിച്ചുകൊണ്ട് ഒരു വല്ലാത്തൊരു മാറ്റമാണ് കേട്ടോ. ഇനി കണ്ടറിഞ്ഞ് കാണണം 5 വർഷം എങ്ങനെയാണ് വിജയ് ഭരിക്കുന്നത് എന്നുള്ളത്. നല്ല ഭരണമാണെങ്കിൽ തമിഴ്നാട്ടുകാർ എന്തായാലും അതിനെ നിലനിർത്തും എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇതൊക്കെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ കേരളത്തില് LDF തോറ്റത് എന്തുകൊണ്ടായിരിക്കും? അത് എന്റെ ജസ്റ്റ് അഭിപ്രായം കേട്ടോ. ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ന്യൂസ് കേട്ടതും അതേപോലെ വ്യക്തിപരമായിട്ടുള്ള കുറച്ച് അനുഭവം വെച്ചിട്ടാണ് പറയുന്നത്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ എന്റെ നിയോജക മണ്ഡലം എന്ന് പറയുന്നത് പയ്യന്നൂർ നിയോജക മണ്ഡലമാണ്. പയ്യന്നൂർ നിയോജക മണ്ഡലത്തില് ഇലക്ഷൻ ആരംഭിച്ച കാലം തൊട്ട് ഇതുവരെയായിട്ടും അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതെ അല്ലെങ്കിൽ CPIM അല്ലാതെ വേറൊരു പാർട്ടിയും ഇതുവരെ അധികാരത്തിൽ വന്നിട്ടില്ല. പയ്യന്നൂർ എന്ന് പറയുന്നത് ഒരു പാർട്ടി ഗ്രാമം തന്നെയാണ്, ചുവപ്പിന്റെ കോട്ട തന്നെയാണ്. ഞാനും ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവി തന്നെയാണ്. പക്ഷെ ഈ പ്രാവശ്യം എന്തുകൊണ്ട് അവിടെ LDF തോറ്റു, അതായത് TI മധു എന്തുകൊണ്ട് തോറ്റു എന്ന് പറയുന്നത്? ഇതിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, കേരളത്തില് മൊത്തത്തിൽ എനിക്ക് തോന്നുന്നു ഒരു ഭരണവിരുദ്ധ വികാരം ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മൊത്തത്തിൽ 10 വർഷം ഭരിച്ചു കഴിഞ്ഞാലും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു ഭരണവിരുദ്ധ വികാരമില്ല. ഉണ്ടായതെന്ന് വെച്ചാൽ CPM-ലെ വ്യക്തികളോടുള്ള വിരോധമാണ് ജനങ്ങൾ കാണിച്ചത്. ജനങ്ങൾ എന്നല്ല, CPM അണികളായിക്കോട്ടെ, CPM അനുഭാവികളായിക്കോട്ടെ, ഈ വ്യക്തികളോടുള്ള വൈരാഗ്യമാണ് ഇവിടെ കണ്ടുവന്നത്. ഇതേ തന്നെയാണ് പയ്യന്നൂരും സംഭവിച്ചിട്ടുള്ളത്. അവിടെ TI മധു അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി LDF പ്രതിനിധിയായിട്ട് നിന്നെങ്കിൽ ഷുവർ ആയിട്ടും അവിടെ LDF വിജയിക്കുകയായിരുന്നു പയ്യന്നൂരിൽ.
അത് ഈ അഴിമതി കറവുണ്ട രക്തസാക്ഷി ഫണ്ട് മുക്കിയ ടി.ഐ. മധുവിനെ വീണ്ടും പാർട്ടി വെല്ലുവിളിച്ച്, അവിടുത്തെ ജനങ്ങളെ വെല്ലുവിളിച്ച്, CPM അനുഭാവികളെ വെല്ലുവിളിച്ച്, കമ്മ്യൂണിസ്റ്റ് അനുഭാവികളെ വെല്ലുവിളിച്ച് വീണ്ടും ടി.ഐ. മധുവിനെ തന്നെ നിർത്തിയത് കൊണ്ട് മാത്രമാണ് വി കുഞ്ഞിച്ചേട്ടൻ അവിടെ ജയിച്ചത്. ഈ വി കുഞ്ഞിച്ചേട്ടൻ പറഞ്ഞത് എന്റെ വീടിന്റെ തൊട്ടപ്പുറം, 2 വീടിന്റെ അപ്പുറത്തിലാണ് വി കുഞ്ഞിച്ചേട്ടൻ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയ്ക്കും പറഞ്ഞത്, അതിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയുന്നത്. അവരെ കുഞ്ഞിച്ചേട്ടനെ അനുകൂലിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ എന്റെ റിലേറ്റീവ്സും എന്റെ ഫ്രണ്ട്സുകളും മൊത്തത്തില് അവരൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്രക്കും ഉറപ്പിച്ചിട്ടുള്ള കാര്യം പറയുന്നത്. രക്തസാക്ഷി ഫണ്ട് മുക്കി എന്നുള്ളത് സത്യം തന്നെയാണ്, സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതേപോലെ ബാക്കിയുള്ള കുറെ അഴിമതി പറഞ്ഞല്ലോ, അതൊക്കെയുള്ള സംഭവം തന്നെയാണ്. അത് പാർട്ടി അതിൻ്റെതായിട്ടുള്ള രീതിയിൽ സീരിയസ് ആയിട്ട് എടുത്തിട്ട് അത് തിരുത്തണമായിരുന്നു. തിരുത്തി കഴിഞ്ഞിട്ട് ടി.ഐ. മധുവിന് പകരം വേറൊരു സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തിനെങ്കിൽ എന്തായാലും LDF പയ്യന്നൂരിൽ വിജയിക്കായിരുന്നു. അത് നിങ്ങൾ കുറച്ചൊന്ന് മനസ്സിലാക്കിയത്. 48,000 ഭൂരിപക്ഷം കഴിഞ്ഞ ഇലക്ഷൻ ഉണ്ടായത്. 48,000 ഭൂരിപക്ഷം. ആ 48,000 ഭൂരിപക്ഷം 48,000 വോട്ടും കുറച്ച് 7,300ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വി കുഞ്ഞിച്ചേട്ടൻ അവിടെ ജയിക്കുന്നത്. അപ്പം തന്നെ പാർട്ടിക്ക് മനസ്സിലാവില്ലേ പാർട്ടിക്കെതിരെയുള്ള ഒരു വിരുദ്ധ വികാരം എന്ന് പറയുന്നത്. ഇതേപോലുള്ള വ്യക്തിവിരോധമാണ് ടോട്ടലായിട്ട് കേരളത്തിൽ അലയടിച്ചു എന്ന് വേണമെന്ന് പറയാം. വികസനത്തിന്റെ കാര്യത്തിലൊന്നും LDF ഗവൺമെന്റിനെ വിമർശിക്കാൻ അത്രക്കൊന്നും ഇല്ലെങ്കിലും, അഴിമതിയുടെ കാര്യത്തിൽ അത്രക്കൊന്നും അഴിമതി ഇല്ലെങ്കിലും, ഇവരുടെ അഹങ്കാരം, ഈ ഒരു ഹിറ്റ്ലർ ഭരണം ഉണ്ടല്ലോ, അതായത് ഇനി ഇതൊക്കെ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടപെടലും ഇവിടുന്ന് തുടച്ചു നിൽക്കാനൊന്നും പറ്റില്ല. ത്രിപുരയിലും ബംഗാളിലും ഉള്ളതുപോലെ കേരളത്തിലെ കമ്മ്യൂണിസം ഒന്നും അവസാനിക്കില്ല. അത് ഇവിടെ തന്നെ ഉണ്ടാവും കമ്മ്യൂണിസം. പക്ഷെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു സിസ്റ്റം ഉണ്ട്, വിമർശനം, സ്വയം വിമർശനം എന്ന് പറഞ്ഞിട്ട്. സ്വയം വിമർശനപരമായിട്ട് ഉൾക്കൊണ്ട് എവിടെയാണ് തിരുത്തേണ്ടതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ തിരുത്തൽ പ്രക്രിയയുടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വീണ്ടും കൊടുങ്കാറ്റായിട്ട് തന്നെ കേരളത്തിൽ അധികാരത്തിൽ വരും. വേറൊരു കാര്യം, അധികാരത്തിൽ വരുന്നതിനെക്കാട്ടും നല്ലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിപക്ഷത്തിരുന്ന് കഴിഞ്ഞാൽ തന്നെ സ്ട്രോങ് ആവുക. ഇനിയൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, BJPക്ക് NDAക്ക് കേരളത്തിൽ 3 സീറ്റ് ലഭിച്ചു എന്നുള്ളതാണ്. ഇതൊരു ഡേഞ്ചർ സിഗ്നലാണ്. എന്റെ വ്യക്തിപരമായിട്ടുള്ള ഞാൻ നിങ്ങളോട് ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ പറയാലോ. എനിക്ക് BJP രാഷ്ട്രീയത്തോട് ഒട്ടും താല്പര്യമില്ലാത്ത ചെങ്ങയാണ്. അതുകൊണ്ട് BJP ഇവിടെ സീറ്റ് പിടിക്കാൻ പാടുള്ള 0 ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഈ CPM ഉണ്ടെങ്കിൽ മാത്രമേ ഈ BJPന്റെ കടന്നുകയറ്റം നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് കോൺഗ്രസ് ഭരിച്ചു കഴിഞ്ഞാലോ UDF ബാക്കിയുള്ള ഏതെങ്കിലും ഗവൺമെന്റ് ഭരിച്ചു കഴിഞ്ഞാലോ BJP എന്തായാലും അവിടെ കുതിച്ചു കയറും. പക്ഷെ CPM ഉണ്ടെങ്കിൽ BJPനെ വരാൻ സമ്മതിക്കില്ല. ഇതൊക്കെയാണ് എനിക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ ഈ വിജയം എന്ന് പറയുന്നത് UDF ജയിക്കുമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ ഭൂരിപക്ഷത്തോടെ ഇത്രയധികം സീറ്റ് നേടിയിട്ട് UDF ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒരു 50 ചാൻസ് ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കേരളത്തിന്റെ ആ ത്രിവർണ്ണ പതാക ത്രിവർണ്ണ കരങ്ങളോടെ തൂക്കി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ LDFനെ തകർത്തു എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, നന്നായിട്ട് ഭരിക്കട്ടെ. ആര് ഭരിച്ചാലും ശരി, ജനങ്ങൾക്ക് നല്ലത് നടന്നാൽ ശരി. LDF ഗവൺമെന്റ് പ്രതിപക്ഷത്തിരിക്കട്ടെ. ഇനി കുറെ സമരങ്ങളും കുറെ ഹർത്താലും ബന്ധമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ഇതുവരെ പ്രതിപക്ഷം ബിഗ് 0 ആയിരുന്നല്ലോ. ഒന്നും മിണ്ടാണ്ടിരിക്കേണ്ട ഒരു പ്രതിപക്ഷമായിരുന്നു നമ്മൾ ഈ 5 വർഷം 10 വർഷം കണ്ടുകൊണ്ടിരുന്നത്. ഇനി അങ്ങനെ കാണാൻ പറ്റില്ല. കുറെ സമരങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും ജനങ്ങൾക്ക് നല്ലത് വരട്ടെ. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.